ഹായ് മക്കളെ, പ്ലസ് ടു കെമിസ്ട്രിയിൽ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ലാന്തനോട് കോൺട്രാക്ഷൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്ന് ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളുവെങ്കിൽ ഉറപ്പിക്കാം അത് ലാന്തനോട് കോൺട്രാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ഏത് വർഷത്തെയും ചോദ്യ പേപ്പർ നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും ഈ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ചോദ്യം ഉണ്ട് എങ്കിൽ ലാന്തനോട് കോൺട്രാക്ഷൻ എന്നായിരിക്കും. എന്താണ് ലാന്തനോട് കോൺട്രാക്ഷൻ എന്നും എന്താണ് അതിന്റെ റീസൺ എന്തും അതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം, പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന്റെ റീസൺ എന്താണ്, അതായത് ലാന്തനോട് കോൺട്രാക്ഷൻ കാരണം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ തന്നുകൊണ്ട് എന്താണ് അതിന്റെ റീസൺ, ഇങ്ങനെ പല ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. ഈ ഒരൊറ്റ വീഡിയോ, ഈ കുഞ്ഞു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായി 3 അല്ലെങ്കിൽ 4 മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. വളരെ ക്ലിയർ ആക്കി തരാം എന്താണ് ലാന്തനോട് കോൺട്രാക്ഷൻ എന്നുള്ളത്, അതിന്റെ റീസണും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി തരാം. അതിന് മുൻപ് അറിഞ്ഞിരിക്കണം എന്താണ് ലാന്തനോട്സ് എന്ന് പറയുന്നത്. ആറാമത്തെ പീരീഡിൽ ലാന്തനത്തിന് ശേഷമുള്ള ഒരു 14 എലമെന്റുകൾ, അതെയാണ് നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ലാന്തനൈറ്റ്സ് അല്ലെങ്കിൽ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത്. തൊട്ട് താഴെ ആക്ടിനം ഉണ്ട് 7ാമത്തെ പീരീഡിൽ. ആക്ടിനത്തിന് ശേഷം വരുന്ന ഒരു 14 എലമെന്റുകളാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ലാന്തനോയിഡുകൾ മാത്രം മതി. അപ്പോൾ ലാന്തനോയിഡിൽ സംഭവിക്കുന്ന ചെറിയ എന്തോ ഒരു കാര്യമാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ആ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലാന്തനോയിഡ്സിനെ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട്, പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ ലാന്തനോയിഡ്സിന്റെ എല്ലാം സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. കാര്യമായിട്ടുള്ള കുറച്ചിലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലാന്തനോട് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇൻ ദ ലാന്തനൈഡ്സ് ദ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ് ഡിക്രീസസ് റെഗുലർലി ഫ്രം ലാന്തനോയിഡ് ടു ലെഫ്റ്റ്. അത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ, പീരിയോഡ് ടേബിളിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ലാന്തനോയിഡ്സിന്റെ അറ്റോമിക് അല്ലെങ്കിൽ അയണിക് റേഡിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യമായിട്ടുള്ള കുറവുണ്ടാകുന്നുണ്ട്. അതിനാണ് ലാന്തനോട് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് റെഗുലർ ഡിക്രീസിംഗ് ഇൻ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ അലോങ് ലാന്തനോയിഡ് സീരീസ് ഈസ് കോൾഡ് ലാന്തനോട് കോൺട്രാക്ഷൻ. ഇതിന് കാരണം എന്താണെന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതൊരു എഫ് ബ്ലോക്ക് എലമെന്റ് ആണ്. എഫ് ബ്ലോക്ക് എലമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ പോയി നിറയുന്നത് എഫ് ഓർബിറ്റിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ ഏത് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കിയാലും അവസാനത്തെ ഇലക്ട്രോൺ വന്ന് നിറയുന്ന എഫ് ഓർബിറ്റിൽ എന്ന് പറയുന്നത് അവസാനത്തെ ഷെല്ലിനും ഉള്ളിലുള്ള ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലാണ്. അതിനെയാണ് ആന്റി പിനൾട്ടിമേറ്റ് ഷെല്ല് എന്ന് പറയുന്നത്. മാത്രമല്ല ഈ എഫ് ഓർബിറ്റൽ എന്ന് പറയുന്നത് ഡിഫ്യൂസർ ഷേപ്പാണ്. ഇവയ്ക്ക് ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് സെന്ററിലിരിക്കുന്ന ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നല്ലപോലെ ഉള്ളിലോട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. എഫ് ബ്ലോക്ക് എലമെന്റ്സിലെ ഓരോ ഇലക്ട്രോണും വന്ന് നിറയുന്നത് അവസാനത്തെ ഷെല്ലിലല്ല, അതിൻ്റെ ഉള്ളിലെ ഷെല്ലിലുമല്ല, അതിൻ്റെയും ഉള്ളിലുള്ള ഷെല്ലിലാണ്. അത് ഡിഫ്യൂസർ ഷേപ്പുമാണ്. ഈ ഓരോ അറ്റോമിക് നമ്പർ കൂടി വരുന്നതിനനുസരിച്ച് സെന്ററിലുള്ള ചാർജും കൂടി വരുന്നുണ്ട്, അല്ലെ? ന്യൂക്ലിയർ ചാർജും കൂടി വരുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് ചാർജ് എല്ലാം പോയി നിറയുന്നത് എഫിലാണ്. അത് ഡിഫ്യൂസ്ഡ് ആണ്, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നത് കൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോണുകളെ കൂടുതലായിട്ട് ഉള്ളിലോട്ട് വലിച്ച് ഞെരുക്കാൻ സാധിക്കും. അതായത് ഈ ആറ്റങ്ങളുടെ സൈസ് വല്ലാതെ കുറഞ്ഞു വരും. റെഡി? In lanthanides, as the atomic number increases, the nuclear charge increases 1 by 1. Clear? And the electrons are added to the anti-penultimate shell. അവസാനത്തെ ഷെല്ലിന്റെയും ഉള്ളിലുള്ള ഷെല്ലാണ് ആന്റി-പെനൾട്ടിമേറ്റ് സബ് ഷെൽ എന്ന് പറയുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് ഡിഫ്യൂസ് ഷേപ്പ്, എഫിന്റെ ഡിഫ്യൂസ് ഷേപ്പ് കാരണം എഫ് ഓർബിറ്റൽസ് ഹാവ് പുവർ ഷീൽഡിംഗ് എഫക്ട് ഉള്ളത് കൊണ്ട് തന്നെ the nucleus can attract the outermost electron strongly, and as a result the radii decreases. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഇതാണ് റീസൺ. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഇനി ഇതിന് ഫലമായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു ലാന്തനോട് കോൺട്രാക്ഷൻ കാരണം പീരിയോഡ് ടേബിളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എലമെന്റുകൾക്ക്. എന്താണ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ പീരിയോഡ് ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കിക്കാൻ നിങ്ങൾ ഓരോ പീരീഡ് താഴത്തോട്ട് വരുമ്പോൾ അവരുടെ ഓർബിറ്റലുകളുടെ എണ്ണം കൂടി വരികയാണ്. 1ാമത്തെ പീരീഡിൽ കിടക്കുന്നവർക്കെല്ലാം 1 ഷെല്ലേ ഉള്ളൂ, 2ാമത്തെ പീരീഡിൽ കിടക്കുന്നവർക്കെല്ലാം 2 ഷെല്ല്, 3ാമത്തെ പീരീഡിൽ കിടക്കുന്നവർക്കെല്ലാം 3 ഷെല്ല്, 4, 5, 6, 7 അങ്ങനെയാണ് ഷെല്ലുകളുടെ എണ്ണം വരുന്നത്. 6ാമത്തെ പീരീഡിൽ കിടക്കുന്നവർക്ക് 6 ഷെല്ല് ഉണ്ടായിരിക്കും, 5ാമത്തെ പീരീഡിൽ കിടക്കുന്നവർക്ക് 5 ഷെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. അതിനാൽ തന്നെ 5ാമത്തെ പീരീഡിൽ കിടക്കുന്നവയേക്കാൾ 6ാമത്തെ പീരീഡിൽ കിടക്കുന്നവരുടെ സൈസ് കൂടുതലായിരിക്കണം, വല്ലാതെ കൂടുതലായിരിക്കണം. കാരണം ഇവിടെ 5 ഷെല്ലേ ഉള്ളൂ, ഇതിന് 6 ഷെല്ലുണ്ട്. തീർച്ചയായും 6 ഷെല്ലുള്ളത് വലുതായിരിക്കണം. ഇവിടെ ലാന്തനോട് കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഇവിടെയെല്ലാം സൈസ് വല്ലാതെ കുറയുന്നത് കൊണ്ട് 6 ഷെല്ലുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ സൈസ് വല്ലാതെ കുറയുന്നു. ഇവിടെ കാണുന്ന സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും സിമിലർ റേഡിയയാണ് ഉണ്ടാവുന്നത്. ഇവിടെ ലാന്തനോട് കോൺട്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ട് ആറ്റത്തിന്റെ സൈസ് വല്ലാതെ കുറയുന്നതിനാൽ സിർക്കോണിയത്തിന്റെ അതേ സൈസ് തന്നെയാണ് ഹാഫ്നിയത്തിനും വരുന്നത്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്.
അഞ്ചാമത്തെ പേരിലെയും ആറാമത്തെ പേരിലും, അതായത് ഡി എന്ന് പറയുന്ന ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ അതിലെ മൂന്നാമത്തെയും നാലാമത്തെയും കേട്ടോ. ഡി എന്ന് പറയുന്ന ബ്ലോക്ക് എടുത്താൽ അതിലെ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയുമാണ് പറയുന്നത്. സോ രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിക്കേ. The second and third row in transition elements, D block elements, due to lanthanide contraction, the second and third row transition series elements have similar radii. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് സിർക്കോണിയത്തിൻ്റെയും ഹാഫ്നിയത്തിൻ്റെയും കാര്യം. ഓൾമോസ്റ്റ് സിമിലർ റേഡിയാണ് അവർക്ക് വരുന്നത്. മാത്രമല്ല ഈ ലാന്തനോഡ്സിനെല്ലാം തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓൾമോസ്റ്റ് സിമിലർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയതുകൊണ്ട് തന്നെ ഈ ലാന്തനോഡുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. റെഡി, അവരുടെ ഐസൊലേഷൻ വളരെ ഡിഫിക്കൽട്ട് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കുക. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത്. ഇതിലേതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായും പറയും എന്താണ്, ഡ്യൂ ടു ലാന്തനോഡ് കോൺട്രാക്ഷൻ. അത്ര മാത്രമേ നമുക്ക് ഇതിൽ പറയേണ്ടതായിട്ട് വരുന്നുള്ളൂ. റെഡി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. വളരെ കുഞ്ഞു വീഡിയോ ആണ്. ഉറപ്പായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മുഴുവൻ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, മാക്സിമം എല്ലാവരിലോട്ട് എത്തട്ടെ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മറ്റു പറയുവാൻ നമ്മൾ തുടർന്നുള്ള ലൈവുകളെല്ലാം നിങ്ങൾ ഉണ്ടായിരിക്കണം. ഉഷാറായിട്ട് നമുക്ക് ഗംഭീരമായിട്ട് തുടർന്നുള്ള എക്സാമുകളിൽ നമുക്ക് ഫുൾ മാർക്ക് നേടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി എന്തെങ്കിലും ഞാൻ മെസ്സേജ് വീണ്ടും അടുത്ത ക്ലാസ് അടുത്ത കണ്ടിന്യൂ. താങ്ക് യു.